ഹായ് ഹലോ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾക്കരികിലെത്തിയിരിക്കുകയാണ്. എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ചേറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എൻ്റെ ചാനലുമായിട്ട് വീണ്ടും നിങ്ങൾക്കരികിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് കൃപാസനത്തെ പറ്റിയും ജോസഫ് അച്ഛനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടിട്ടുള്ളവർക്ക്, എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക്, എൻ്റെ ലൈവ് കണ്ടിട്ടുള്ളവർക്ക് നിങ്ങൾക്കറിയാം, എൻ്റെ ബാക്കിൽ എപ്പോഴും നിൽക്കുന്ന ഒരേ ഒരാൾ എൻ്റെ കൃപാസന അമ്മയാണ്. കഴിഞ്ഞ 5 വർഷമായി എന്നെപ്പോലെ ഒരുപാട് പേർ അന്യനാട്ടിൽ ജീവിക്കുന്ന ഞങ്ങളെല്ലാം മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു കരമാണ് കൃപാസനാമ്മയും അവിടുത്തെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോസഫ് അച്ഛനും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജോസഫ് അച്ഛനാണ്. നിങ്ങൾ തമിഴനെ കണ്ടു കാണുമല്ലോ. ജോസഫ് അച്ഛൻ കള്ളനാണോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ആണോ? നമ്മുടെ അച്ഛൻ കള്ളനാണോ? കൃപാസനത്തിൽ പോയിട്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം ജോസഫ് അച്ഛൻ എന്താണ്, കൃപാസനം എന്താണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ആ കൃപാസനത്തെ പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് തോന്നും അവിടെ നടക്കുന്ന കള്ളമാണ്, കൃപാസന അമ്മ കള്ളത്തരമാണ് എന്നൊക്കെ പലതും തോന്നും. ഒരു തവണയെങ്കിലും അന്തസ്സായിട്ട് ആ പള്ളിയിൽ അവിടെ ചെന്ന് അവിടെ എന്താ നടക്കുന്നതെന്നൊന്ന് തിരിച്ചറിഞ്ഞിട്ട് ഈ ക്രിറ്റിസൈസ് ചെയ്യാൻ കുറച്ച് പേര് കുത്തിയിരുന്നെങ്കിൽ ഒരു സന്തോഷമെങ്കിലും തോന്നിയേനെ. അങ്ങനെയെങ്കിലും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലത്ത് നിൻ്റെയൊക്കെ കാലൊന്ന് വെക്കുമല്ലോ നീയൊക്കെ. അതിന് പകരം ഇപ്പം ഇത് പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? 2 ദിവസം മുമ്പ് നമ്മുടെ ജോസഫ് അച്ഛൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ ഒരു വ്യക്തി ഇട്ടിരിക്കുന്ന ക്യാപ്ഷൻ കൃപാസനത്തിൻ്റെ കൃപാസനത്തിൻ്റെ മുതലാളി ജോസഫിൻ്റെ പിറന്നാളായിരുന്നു. ജോസഫ് അവിടെ കള്ളത്തരം കാണിക്കുന്നു, കൊലപാതകം കാണിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനെ ആരോപണങ്ങളുടെ ഒരു പടമേള തന്നെ അച്ഛനെതിരെ ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് കേട്ടാൽ ഇഷ്ടപ്പെടുമോ? എനിക്കും ഇഷ്ടപ്പെട്ടില്ല, എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അവസാനം ഒരു ഡയലോഗ് കൂടി, കർത്താവ് തമ്പുരാനെ ഇവനെ പോലെയുള്ളവന്മാർക്കൊക്കെ കൊടുക്കാൻ നിനക്കൊന്നുമില്ലേ, നീ എന്താണ് ഇവർക്കൊക്കെ വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്? ഞാൻ അതിൻ്റെ അടിയിൽ ചെന്നിട്ടു, തൻ്റെ ദുഷിച്ച നാവോട് കർത്താവെ എന്ന് വിളിക്കാതിരിക്കണോ മനുഷ്യാന്ന്. എനിക്കത് കേട്ടപ്പോൾ അത്രയ്ക്ക് ദേഷ്യം വന്നു. കഴിഞ്ഞ 12 വർഷമായിട്ട് കൃപാസനത്തിലെ അമ്മയുടെ കരം പിടിച്ച് നടക്കുന്ന ആളാണ് ഞാൻ. ഞങ്ങൾ കൊല്ലത്തൊരു വീട് വെച്ചു. അപ്പോൾ കൊല്ലത്ത് വീട് വെക്കുന്നതിന് മുമ്പ് ഞാനും എൻ്റെ ഭർത്താവും കൂടെ കൃപാസനത്തിൽ നേരിട്ട് ചെന്നു അച്ഛനെ കാണാം. അന്ന് ഇത്രയും ഫേമസ് അല്ല, കൃപാസനം ഉടമ്പടിയൊക്കെ തുടങ്ങി വന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അച്ഛനൊക്കെ കാണാം. ഇന്നത്തെ പോലെ ഇത്ര കാത്തുകെട്ടിയ ആൾക്കാർക്ക് കിടക്കേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞാൽ അങ്ങനെ കർത്താവ് തമ്പുരാൻ തന്നെയല്ലേ ആ മനുഷ്യനെ കാണാൻ വേണ്ടി ആൾക്കാർ കാത്തുകെട്ടി കിടക്കുന്നു. ആ മനുഷ്യനൊരു കരസ്പർശനം ഏറ്റാൽ അവിടെ കർത്താവ് തമ്പുരാൻ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എത്രയോ പേരാണ് അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി. അന്ന് ഞങ്ങൾ അച്ഛനെ കാണാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ വീട് അടിസ്ഥാനം കെട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ കൊട്ടാരക്കരയിലെ ഭവനമൊക്കെ വിറ്റിട്ട് നമ്മൾ കുടുംബത്ത് വന്ന് താമസിക്കാൻ വന്നതാണ്. നമ്മുടെ കുടുംബോഹരിയൊക്കെ നമ്മൾ വാങ്ങി, സ്ഥലം വാങ്ങി. അങ്ങനെ നമ്മൾ വീട് വെക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അച്ഛനെ ചെന്ന് കണ്ടിട്ട്, അച്ഛൻ അവിടെ വീട് വെക്കാൻ പോവുകയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ സ്ഥലത്തിലൊരു അതൊരു കോളനി പോലുള്ളൊരു സ്ഥലമാണ്. നമ്മൾ കുടുംബം വാങ്ങിച്ചിരിക്കുന്ന സ്ഥലത്തൊരു കോളനി പോലുള്ള സ്ഥലമാണ്. അവിടെ ഒരു വീട്ടിൽ ഒരാൾ വെച്ച് ആത്മഹത്യയുണ്ട്. ആ സ്ഥലം പണ്ട് രാജാക്കന്മാർ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് കാടും പടലും കൊണ്ട് മൂടിക്കിടന്ന ഒരു കാവ് പോലുള്ളൊരു സ്ഥലമായിരുന്നു. ഞങ്ങളുടെ വീടിന് തൊട്ടിപ്പുറത്തെന്ന് പറയുന്ന അമ്പലം പോലെ വെച്ച് ആരാധനയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ആ സ്ഥലത്ത് ഈ ഞങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലം, അതായത് ഞങ്ങൾ വീട് വെക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് രാജാക്കന്മാർ കൊണ്ടുവന്ന് കുറ്റം ചെയ്യുന്നവരുടെ തല വെട്ടിയിടുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ ആ മണ്ണിൽ ഒരുപാടേറെ പേരുടെ രക്തം വീണ ഒരു മണ്ണാണ്. അപ്പോൾ അച്ഛൻ ആദ്യം തന്നെ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകൂ, വീട് കൊടുത്തിട്ടില്ലേ, തിരിച്ചു പോകൂ, ഈ മണ്ണിലൊരു വീട് വെക്കരുത്, വീട് വെക്കരുതെന്നാണ് കർത്താവ് പറയുന്നത്. ആ മണ്ണ് ഒരുപാട് പേരുടെ രക്തം വീണ മണ്ണാണ്, ആ മണ്ണിൽ നിങ്ങൾ വീട് വെക്കരുതെന്ന്. പക്ഷേ ഈ പറയുന്ന മല ഇപ്പം അവിടെ കുത്തിയിരുന്ന ജോസഫ് അച്ഛനെ പരിഹസിച്ചത് മാതിരി, കർത്താവ് തമ്പുരാനെ പരിഹസിക്കുന്ന മാതിരി എൻ്റെ ഒപ്പം വന്നെങ്കിലും ഇതേ കർമ്മം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് എൻ്റെ കൂടെ കൂടിയവനെന്ന് പറയുന്ന ആൾ. അയാൾക്ക് ദൈവത്തെ വിശ്വാസമല്ല, അയാൾ കൃപാസനത്തെ ആക്ഷേപിച്ചുകൊണ്ട് കിടക്കുന്ന ആളാണ്. കൃപാസന അച്ഛനെ ആക്ഷേപിച്ചുകൊണ്ട് കിടക്കുന്നത്, എല്ലാ വൈദികര അച്ഛന്മാരും പെടയാണെന്ന് പറയുന്ന ഒരാളാണ്. എനിക്ക് പറയുന്നതിന് മടിയൊന്നുമില്ല. എൻ്റെ ഭർത്താവാണെങ്കിൽ പോലും ഇപ്പം എൻ്റെ ഭർത്താവല്ല, അതും കൂടി പറയാം. അത് പറയുന്നതിന് മടിയില്ല. അങ്ങനെ പറയുന്ന ഒരാളാണ് പുള്ളി എന്ന് പറയുന്നത്. പുള്ളിയെ സംബന്ധിച്ച് പറഞ്ഞാൽ അച്ഛന്മാരെല്ലാം പോക്ക് കേസുകളാണ്, സിസ്റ്റേഴ്സ് പോക്ക് കേസുകളാണ്, കൃപാസനം കള്ളത്തരമാണ്, ജോസഫ് അച്ഛൻ കള്ളത്തരമാണ്. ഇങ്ങനെയുള്ള ഒരാൾ ഞാൻ പറഞ്ഞത് കേട്ടാണ് എൻ്റെ ഒപ്പം വരുന്നത്. അങ്ങനെ ഒരാൾ അച്ഛൻ പറഞ്ഞ കേൾക്കൂ? ഇല്ല. വാശിപ്പുറത്ത് അവിടെ അങ്ങ് വീട് വെച്ചു. സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ 6 വർഷം താമസിച്ചെങ്കിൽ അനുഭവിച്ച് തീർക്കാത്ത അപമാനങ്ങളില്ല, സങ്കടങ്ങളില്ല, വേദനകളില്ല, ദുരിതങ്ങളില്ല.
അത്ര സഹിച്ചു തീർത്തു. അച്ഛൻ പറഞ്ഞ വാക്ക് കേട്ടില്ല. അച്ഛനിലൂടെ അന്ന് സംസാരിച്ച കർത്താവായിരുന്നു. ആ കർത്താവിനെ അംഗീകരിക്കാൻ ഇന്നീ പോഷത്തരം പറയുന്ന അയാളെപ്പോലെ ആ ജോസഫച്ചൻ എന്ന മഹാനായ മനുഷ്യനെ അംഗീകരിക്കാനോ അല്ലെ കൃപാസനം എന്നതിനെ അംഗീകരിക്കാനോ എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ അയാൾ, ഈ കുട്ടികളുടെ പപ്പ എന്ന് പറയാം, അയാൾ ഇന്നും തയ്യാറല്ല. അന്ന് വന്നില്ല, ഇന്നും തയ്യാറല്ല. ഞാൻ ദൈവത്തിന് തിരുമേ വെച്ചിരിക്കുന്നത് അയാൾ എന്നെങ്കിലും ഒരിക്കൽ ആ പരിശുദ്ധ അമ്മയുടെ തിരുമുമ്പിൽ വന്ന് മുട്ടും മടക്കി അയാൾ നിൽക്കുന്ന എനിക്ക് കാണണം എന്നാണ് ഞാൻ കർത്താവിൻ്റെ തിരുമുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു നിയോഗമെന്ന് പറയുന്നത്. കാരണം അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് തന്നെ കാരണം ഇത്രയും ആക്ഷേപിച്ചുകൊണ്ട് ഇയാളെ പോലെ ഇരുന്ന് ആക്ഷേപിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞിരുന്ന ആ മനുഷ്യനും. ഇന്നും അയാൾക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇനി വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിലും ഞാൻ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ മഹത്തരം അന്ന് ജീവിതം കൊണ്ട് മനസ്സിലാക്കിയവരാണ് ഞങ്ങൾ. ഇന്ന് 12 വർഷമായി കൃപാസനം ആ മണ്ണുമായിട്ട് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് 12 വർഷം. എന്നെപ്പോലെ ഇന്ന് ഈ സിംഗപ്പൂർ മണ്ണിൽ ഒരുപാടേറെ മലയാളികളുണ്ട്. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നടന്നിട്ട് ഓടി മണ്ണിൽ സ്വന്തം നാട്ടിലും ചെല്ലുമ്പോൾ കിട്ടുന്ന സമയം കൊണ്ട് ഓടി കൃപാസനത്തിലെത്തുന്ന ഒരുപാടേറെ ആൾക്കാരുണ്ട്. ഞങ്ങൾ അധ്വാനിക്കുന്ന 2000, 3000 അല്ല 4000 അല്ല ഒരു 10,000 ആ മണ്ണിൽ പോയി ചിലവാക്കിയാലും ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടാകില്ല, ലാഭം മാത്രമേ ഉണ്ടാകുന്ന ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും, നിങ്ങളെപ്പോലെ തന്നെ. അപ്പോൾ ജോസഫച്ചനെ ആക്ഷേപിക്കുന്ന ആ മനുഷ്യനോടൊരു വാക്ക്, തനിക്കറിയില്ലടോ ജോസഫച്ചൻ എന്താന്ന്, ആ മനുഷ്യൻ്റെ മഹത്വം എന്താണെന്ന്. അയാളെപ്പോലെ തൻ്റെ പോലെ വൃത്തികെട്ട ഒരാളായിരുന്നു എൻ്റെ കെട്ടിയവനും. അയാൾ പറഞ്ഞത് അനുസരിച്ചിരുന്നെങ്കിൽ, അന്ന് ജോസഫച്ചൻ പറഞ്ഞ വാക്ക് അനുസരിച്ചിരുന്നെങ്കിൽ 6 വർഷം ആ വീട്ടിനുള്ളിൽ അനുഭവിച്ച ദുരിതങ്ങൾക്ക് കയ്യും കണക്കുമില്ലാത്ത ദുരിതപ്പുഴ ഞങ്ങളെ തേടി വരില്ലായിരുന്നു. അനുസരിക്കാൻ അയാൾ തയ്യാറായില്ല. അവസാനം ആ വീട് വിറ്റിറങ്ങി. ഇന്നും കൃപാസനത്തെയും ജോസഫച്ചനെയും അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ജീവിതത്തിൽ അയാൾ എങ്ങും എത്തിയിട്ടില്ല. അയാളെ ഒരു സ്ഥലത്തും അയാൾ എത്തിയിട്ടില്ല. കാരണം ദൈവം എന്നൊരു മഹാശക്തിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വരുന്ന നമ്മുടെ നാവിലൂടെയാണ്. നാവിൽ നിന്ന് പൊഴിഞ്ഞു തട്ടുന്ന താഴേക്ക് വീഴുന്ന വാക്കുകളിലൂടെയാണ്. നിങ്ങളോടും എനിക്ക് പറയാൻ അതേ ഉള്ളൂ. നിങ്ങൾ പറഞ്ഞു ഈ കൃപാസനത്തിൽ നടക്കുന്നത് മുഴുവൻ കള്ളത്തരമാണ്, വഞ്ചനകളാണ്, കോടിക്കട തട്ടിപ്പ് നടത്തുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് കൃപാസനത്തിൽ ചെല്ലുന്നു, എനിക്കൊരു പ്രാർത്ഥന ബുക്ക് വേണം, ആരെങ്കിലും എനിക്ക് ഫ്രീ ആയിട്ട് തരുമോ? ഞാൻ സിംഗപ്പൂർ മണ്ണിലേക്ക് മടങ്ങി വരുമ്പോൾ തമിഴ് പത്രം, മലയാളം പത്രം, ഇംഗ്ലീഷ് പത്രം, ഈ 3 പത്രവും വാങ്ങിക്കും. ഈ 3 പത്രത്തിനും കാശ് അവിടെ കൊടുക്കാതെ എനിക്ക് ഫ്രീ ആയിട്ട് ആരെങ്കിലും തരുമോ? എനിക്കൊരു വലിയ ബൈബിള് വേണമായിരുന്നു. ആ ബൈബിള് വാങ്ങിക്കാൻ പൈസ കൊടുത്തെങ്കിലേ എനിക്ക് കിട്ടുള്ളൂ. പിന്നെ നീല മെഴുകുതിരി, പച്ച മെഴുകുതിരി, എൻ്റെ ആവശ്യങ്ങൾക്കുള്ള സാധനം ഞാൻ മേടിക്കുന്നതിന് ഈ വരുന്ന കൊടാനുകൂടി ജനങ്ങൾക്ക് മുഴുവൻ അവരവരുടെ ആവശ്യങ്ങൾക്കുള്ള സാധനം മേടിക്കുന്ന മുഴുവൻ ഫ്രീ കച്ചവടം നടത്താൻ അച്ഛൻ എന്താ കോടി കിടാസ്തിയുള്ള മനുഷ്യനോ? അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് അവിടെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. പിന്നെ ഉടമ്പടി എടുക്കുന്നവരോട് കെട്ടുകണക്കിന് പത്രം വാങ്ങിക്കൊണ്ടുവരാൻ അച്ഛൻ ആവശ്യപ്പെടുന്നില്ല. ഉടമ്പടി മുഖേന ഇത്ര പത്രമെന്ന് അവിടെ പറയുന്നുണ്ട്, അത് മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതിയെന്ന്. പക്ഷേ ഉടമ്പടി എടുക്കുന്നവരെല്ലാവരും തന്നെ അവരുടെ ഇഷ്ടപ്രകാരം അവർക്ക് കർത്താവിനോടുള്ള അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹമാണ് അവർ കാണിക്കുന്നത്. ജോസഫച്ചനോടുള്ള സ്നേഹമല്ല അവർ കാണിക്കുന്നത്. അവർ കെട്ടുകണക്കിന് പത്രം മേടിച്ചുകൊണ്ട് പോയി അതിലൂടെയല്ല ഞങ്ങൾ കൃപാസന അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിയതുപോലെ പലർക്കും കിട്ടട്ടെ, പലരും വരട്ടെ എന്ന് മാത്രമാണ് പലരും ചിന്തിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ മണ്ണിൽ കാലുകുത്താൻ ഒരു ഭാഗ്യം വേണോടോ. വായിത്തൊന്ന് എവിടെയെങ്കിലും കുത്തിയിരുന്ന് വിളിച്ചു കൊന്ന തന്നെ പോലുള്ളവർക്ക് ആ മണ്ണിലൊന്ന് കാലുകുത്താനൊരു ഭാഗ്യമില്ല. അതിന് വേണം ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്. ആ മണ്ണിലൊന്ന് കാലുകുത്തണമെങ്കിൽ, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ മണ്ണിലൊന്ന് കാലുകുത്തണമെങ്കിലേ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. പിന്നെ തന്നെപ്പോലെ ഇതേപോലെ ജോസഫച്ചനെയും കൃപാസനത്തെയും അപകസിച്ചും അപമാനിച്ചും പറഞ്ഞ ഒന്നൊഴിയാതെ ഒരെണ്ണം ആ ആൾക്കാരെ വന്ന് നെഞ്ച് പൊട്ടി നിലവിളിച്ച് തെറ്റുപറ്റിപ്പോയി എന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും കാലം തനിക്ക് വേണ്ടി മരുത് കരുതി വെക്കും. കാത്തിരുന്നോളൂ താനും. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഈ ഭൂമി വിട്ട് പോയില്ലെങ്കിൽ, മരണം എന്നെ തേടിയെത്തിയില്ലെങ്കിൽ ഞാനും കേൾക്കും തന്നെ പോലൊരുത്തം വന്ന് പരസ്യമായിട്ട് അവിടെ നിന്ന് താൻ ഇന്ന് നാവ് കൊണ്ട് ജോസഫച്ചനെ അനാവശ്യങ്ങൾ വിളിച്ചു കൂവി അതേ നാവ് കൊണ്ട് അവിടെ വന്നിന്ന് എൻ്റെ അമ്മയെ പ്രകീർത്തിച്ച് സംസാരിക്കും. എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ മനസ്സിലാക്കിയത് കൃപാസനത്തെപ്പറ്റി ഇങ്ങനെയായിരുന്നില്ല, ജോസഫച്ചനെ പറ്റി ഇങ്ങനെ ആയിരുന്നില്ല എന്ന് താൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പറയുന്നൊരു കാലം തനിക്കായി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, കാത്തിരിക്കാം. അങ്ങനെയല്ലേ കൃപാസനത്തെ ഇഷ്ടപ്പെടുന്ന, ജോസഫച്ചനെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കില്ലേ? അപ്പം ഞാനുമുണ്ട് അവരോടൊപ്പം. കാരണം കാലം കരുതി വെക്കുന്ന ചിലതൊക്കെ ഉണ്ട്.
മാപ്പുകളില്ലാത്ത കർത്താവ് പ്രത്യേകം ദൈവം വചനം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ അഭിഷിക്തരെ തൊട്ട് കളിക്കുന്നവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്ന്. പ്രത്യേകിച്ച് ജോസഫ് അച്ഛനെ പോലെ ഒരു മനുഷ്യനെന്ന് പറയുന്നത് കർത്താവിൻ്റെ അഭിഷിക്തനല്ല, അതിനപ്പുറം ഞങ്ങൾക്ക് ആ മനുഷ്യനിൽ കർത്താവിൻ്റെ കനിവും സ്നേഹവും അനുഗ്രഹവും ഉള്ളത് കൊണ്ടാണ് ചെറിയ പ്രായത്തിൽ ഈ ഭൂമി വിട്ടു പോകും എന്നോർത്ത് ഒരുപാട് ദുഃഖിച്ച അച്ഛൻ ഇന്ന് 36 വർഷമായിട്ട് കർത്താവിൻ്റെ സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ പരിശുദ്ധാമ്മയുടെ കരം പിടിച്ച് നടന്ന കൊടാനുകൂടി മനുഷ്യരെ ആ മണ്ണിലേക്ക്, കൃപാസനത്തിന് മണ്ണിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത്രയും പവർഫുള്ളാടോ ജോസഫ് അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ. തന്നെ പോലുള്ളവരൊന്നും പറഞ്ഞാൽ ഈക്കില്ല മനുഷ്യന്. കാരണം ആയിരങ്ങൾ പതിനായിരങ്ങൾ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ ജീവത്യാഗം ചെയ്തിരിപ്പുണ്ട്. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേർ ആ മനുഷ്യന് വേണ്ടി സ്നേഹത്തോടെ ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ ജോസഫ് അച്ഛൻ്റെ മുള്ളിൽ ആ മനുഷ്യൻ്റെ കാലിൽ ഒരു മുള്ളു കൊള്ളാതെ കാത്തുകൊള്ളണേ ഈശോയെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് മനുഷ്യർ കാത്തിരിപ്പുണ്ട് ആ മനുഷ്യന് വേണ്ടി സ്നേഹത്തോടെ, ഒരുപാട് സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ തന്നെ പോലുള്ള കീടങ്ങൾ പറയുന്ന ഒരു വാക്കുകളും അവിടെയെങ്ങും ഇക്കത്തില്ലടോ. പക്ഷേ കാലം തനിക്ക് മറുപടി, കാലത്തിന് മുമ്പിൽ എന്തെങ്കിലും ഒരിക്കൽ ഈ പറയുന്ന ഓരോ വാക്കുകൾക്കും താൻ മറുപടി പറഞ്ഞു നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ ഇന്ന് നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. പ്രൈസ്.